ഹലോ എല്ലാവർക്കും ലെച്ചൂസ് കോർണർ എല്ലാവർക്കും ലെച്ചൂസ് കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് മുഖം കാണിച്ചിട്ടുള്ള ഫസ്റ്റ് വീഡിയോ ആണ് നമ്മളുടെ. അപ്പോൾ നമ്മളിന്നൊരു കപ്പപ്പുഴുക്ക് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ചെറിയ ഫാമിലി ആയ വലിയ ഫാമിലി അല്ലേ. ഇത് അമ്മയാണ്, ഇത് അനിയത്തിയാണ്, ഇതാണ് മാൾട്ടീനെ പിന്നെ എല്ലാവർക്കും പരിചയം ഉണ്ടാവും. ബാക്കിൽ ഒരാളും കൂടി ഉണ്ട്, വിക്രസ് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കിഴങ്ങായിട്ട് നമുക്ക് തേങ്ങയൊക്കെ ചിരകിയിട്ടൊരു പുഴുക്ക് പോലെ ഉണ്ടാക്കാം. ചായന് കടിയിട്ട് എല്ലാം ഉണ്ടാക്കാം. പച്ചമുളകൊക്കെ ചതച്ചിട്ടിട്ട് ചായ ഉണ്ടാക്കാം. അമ്മയും മക്കളും കൂടിയാണ് കേട്ടോ കിഴങ്ങ് നന്നാക്കുന്നത്. കണ്ടില്ലേ ഒരു വില്ലൻ കാണിക്കണത്? അനിയൻ്റെ കുട്ടിയാണേ. അപ്പോൾ ഇതേ ഞങ്ങൾ വൈകുന്നേരത്തെ ചായനൊരു കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പൂള കൊണ്ടൊരു പുഴുക്ക് ഉണ്ടാക്കാൻ പോകുകയാണ്. പച്ചമുളകൊക്കെ ചതച്ചിട്ട് തേങ്ങയൊക്കെ ഇപ്പൊന്നും പൂളക്കിഴങ്ങ് തിന്നാൻ വൈകുന്നേരത്തെ ചായ കടിയിലുണ്ടാവില്ല. പഴയ കാലത്തൊക്കെ ഇരുന്നിട്ടേ പൂളക്കിഴങ്ങൊക്കെ വൈകുന്നേരത്തെ ചായ കടിയുണ്ടാവും. നമ്മളിപ്പോൾ അത് വൈകിട്ട് ചായ കടിയുണ്ടാക്കും. കടിക്കണ്ടട്ടാ. കണ്ണപ്പ അപ്പിയാണ്, തുപ്പിക്കളയി. നല്ല കുട്ടിയാണ്. ആ അമ്മച്ചി വേണ്ട കളി. എന്നെ ഓരോരുത്തർ കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഉണ്ണിക്കുട്ടൻ ഇപ്പം കഴുകി കൊടുത്തത് ഒരു കഷ്ണം, മുപ്പരാളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം കഴിഞ്ഞ് നമുക്കിത് കഴുകിയെടുക്കാം. അപ്പം നമ്മൾ പൂള കഴുകുകയാണ് കേട്ടോ. നന്നായി കഴുകിയിട്ട് ഇപ്പം കഴിഞ്ഞിട്ട് നമുക്ക് ഉണ്ടാക്കണം കേട്ടോ. രണ്ട് മൂന്ന് പ്രാവശ്യം കഴുകി, നല്ല വെള്ളത്തിൽ 2-3 പ്രാവശ്യം കഴുകി. കഷ്ണം വെട്ടി അടുപ്പത്ത് ധൃതിന്ന് പറഞ്ഞാൽ അത് വേഗം അടുപ്പത്ത് വെച്ചാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അടുപ്പത്ത് ഇത് റെഡിയാക്കിയിട്ടേ ചായക്ക് കടിയാവും വേണം. റെഡിയാക്കിയാലല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റും. അതിലേക്ക് തേങ്ങ ചിരകണ്ട. തേങ്ങ ഉണ്ടാകും തേങ്ങ ചിരക്കി എൻ്റെ പെട്ടെന്ന് ചതച്ചും കാണിട്ടാണ് ഇത്. വെള്ളം ഒഴിച്ചിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വയ്ക്കാം.
ഒന്നുകൊണ്ട് മൂടിയിടാം. അടച്ച് വെച്ചിട്ട് വെന്തതിൻ്റെ ശേഷം ഉപ്പിട്ട് കൊടുക്കാം. അപ്പം നമ്മൾ തേങ്ങ മുഴുവൻ ചിരകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പച്ചമുളകും കൂടെ എടുക്കാം, ചതച്ചെടുക്കാം. അപ്പം നമ്മൾ തേങ്ങയും പച്ചമുളകും കൂടെ ഒതുക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൂള വെന്തതിന് ശേഷം പൂളയിലേക്ക് ഇട്ട് കൊടുക്കാം. വറവിടുന്ന സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൂള ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ചെയ്യുമ്പോൾ 2 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. നമുക്കൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം. അപ്പോൾ ചട്ടി ചൂടായി വരുന്നുണ്ടേ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കിഴങ്ങ് ഇട്ട് കൊടുക്കാം. നമുക്ക് തേങ്ങയും പച്ചമുളകും കൂടെ ചതച്ച് വെച്ചത് ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് കഴിച്ചു നോക്കിയാലോ. നല്ല ചൂട് കട്ടനും കപ്പപ്പുഴുക്കും. അപ്പം നമ്മുടെ കപ്പപ്പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ കുടുംബസമേതം കപ്പപ്പുഴുക്ക് കഴിക്കാനിരിക്കുകയാണ്. ഇനി നമുക്കത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മാൾട്ടി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. അമ്മൂട്ടി ടേസ്റ്റ് ചെയ്തേ. സൂപ്പറാണ് അത്ര കേട്ടോ. അമ്മാളോട്ട് ടേസ്റ്റ് ചെയ്തിട്ട് സൂപ്പറാന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾ കഴിക്കട്ടെ. അപ്പം എന്തായാലും നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.